അതിൽ ഞെട്ടിപ്പോയത് ഞാൻ ഈ കഥയെല്ലാം കഴിഞ്ഞ് രാത്രിയിൽ വീട്ടിലെത്തി സ്റ്റാറ്റസ് നോക്കുമ്പോൾ കുട്ടുവിൻ്റെ അച്ഛൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്, എൻ്റെ മകൻ ഇന്നൊരു പൊതുവേദിയിൽ പങ്കെടുക്കും, എൻ്റെ മകന് വേണ്ടി അവിടെ ഒരു കസേര ഉണ്ടാകും, അതിനുശേഷം നമ്മുടെ ഇവന്റിന്റെ പോസ്റ്ററും. അപ്പോൾ ഞാനത് ചെയ്തില്ലായിരുന്നു എങ്കിൽ കുട്ടുവിൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് ഫോണിൽ കൂടെ സംസാരിച്ച് പറഞ്ഞാണ് അത് ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് കുട്ടു ഡ്രസ്സൊക്കെ ചെയ്ത് ഇറങ്ങി പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ഉണ്ടായി. എനിക്ക് മനസ്സിലായി അത് അങ്ങോട്ട് പോകുന്നതാണെന്നുള്ളത്. അതും ആ ഒരു 2 മണി 2:30 മണി 3 മണി സമയത്താണ് കുട്ടു ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. ഞാൻ എനിക്ക് ഫീൽ ചെയ്ത് അത് പോയതാണെന്ന് അമ്മയും പറഞ്ഞു. ഷൂ ഒക്കെ എടുത്തിട്ട് പോകുന്ന ഒരു ശബ്ദം കേട്ടു. അപ്പോൾ ഇവിടെ ആ സംഭവം നടക്കുന്ന 4 മണിക്കാണ്. ഒരുപാട് കമൻറ്റുകൾ നമ്മുടെ കുട്ടുവിൻ്റെ കഥകളിൽ വരുന്നുണ്ട്. നമ്മുടെ കഥകളിലൂടെ ആ കുട്ടി 10-20 വയസ്സുള്ള മകൻ ഒരുപാട് പേരുടെ മകനായി മാറിയെന്നുള്ളതാണ്. അതെ അതെ, ഒരുപാട് പേര് ഏറ്റെടുത്തു. അതാണ് ആ കുടുംബത്തിൻ്റെ കുട്ടൂസിൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സത്യം ലോകത്ത് അറിയണം. കാരണം ഞാൻ സ്പിരിച്വൽ ആയതുകൊണ്ടാണ് പുള്ളിക്ക് നമ്മുടെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ അവിടെ നിങ്ങൾക്കൊരു പ്രസൻസ് ഉണ്ടാണെങ്കിൽ ഞാൻ മോളി വരാൻ പാടില്ല. പക്ഷെ ഞാൻ മുകളിൽ കയറി ചെന്ന് വാഷ്റൂം ഉപയോഗിക്കുന്ന സമയത്തോ ഇറങ്ങി വന്ന സമയത്തോ ആ ഷൂട്ട് ചെയ്യുന്ന സമയത്തോ തത്തകൾ മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. ആ അമ്മ പറഞ്ഞു ഈ തത്തകൾ സംസാരിക്കും കൂട്ടും, പക്ഷെ തത്തകൾ മിണ്ടിയില്ല. രണ്ടാമത് താഴെ എല്ലാവരും താഴെ വന്നതിന് ശേഷം എനിക്ക് ഒരു ഇൻട്രോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനും രോഹിത് വരനും കൂടി മുകളിലേക്ക് കയറിപ്പോയി. അവിടെ എനിക്ക് ആ സ്മെല്ലും അവൻ്റെ പ്രസൻസും വൈബ്രേഷനും ഫീൽ ചെയ്ത സമയത്താണ് ഈ തത്തകൾ വീണ്ടും കുട്ടു കുട്ടു എന്ന് വിളിച്ചു തുടങ്ങിയത്. നമസ്കാരം. അബാക് മീഡിയയിലെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും പരിചിതനാണ് കുട്ടു. കുട്ടുവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വീഡിയോകൾ നമ്മൾ ചെയ്തു. തുടരെ ഈ വീഡിയോകൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല, അങ്ങനെ ആഗ്രഹിച്ചിട്ടാണെങ്കിൽ ഒട്ടനവധി കഥകളിൽ തുടരെ സ്റ്റോറികൾ ചെയ്യേണ്ടി വരും. പക്ഷേ ഇത് സാഹചര്യങ്ങൾ അങ്ങനെ ഒരുക്കുകയാണ്. എന്നോടൊപ്പം ഉള്ള ആൾ സെൽവനാണ്. സെൽവൻ ചേട്ടൻ ഞാൻ മുൻ വീഡിയോകളിലൊക്കെ പ്രേക്ഷകർക്കറിയാം. നമ്മളുടെ തിരുവനന്തപുരത്തു നിന്നും അല്ലെങ്കിൽ നമ്മുടെ കേരളം വിട്ടുള്ള യാത്രകളിലൊക്കെ വഴികാട്ടിയായി അല്ലെങ്കിൽ ക്യാമറാമാനായി കൂടെയുള്ള ആളാണ്. പല വീഡിയോയിലും ഞാൻ ചേട്ടൻ്റെ പേര് പറഞ്ഞു പോയിട്ടുണ്ട്. സെൽവൻ ചേട്ടൻ എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്നതാണ്, അല്ലെങ്കിൽ അറിയുന്നവർ മറ്റു വിളിക്കുന്നവരാണ്. അപ്പോൾ കുട്ടുവിനെ അല്ലെങ്കിൽ കുട്ടുവിൻ്റെ വീട്ടിലേക്ക് എന്നെയും അബാക് മീഡിയയും എത്തിച്ചത് ചേട്ടനാണ്. ഞാൻ മിക്കവാറും പറയാറുള്ള കഥകളാണ്. ചേട്ടാ, ഞാൻ ആ കഥ പലപ്പോഴും പറഞ്ഞപ്പോൾ 1-2 എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, രോഹിത് നീ വെറുതെ പറയുന്നതല്ലേ, ഒരു സ്റ്റോറി ചെയ്യാൻ പോകുമ്പോൾ കഥ അറിയാതെയാണോ സ്റ്റോറി ചെയ്യാൻ പോകുന്നത് എന്ന്. സത്യത്തിൽ അന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര വളരെ അവിചാരിതമായൊരു യാത്രയാണ്. സാധാരണഗതിയിൽ എന്നോടൊപ്പം യാത്രയ്ക്ക് ഉണ്ടാവുക രോഹിത്തായിരിക്കും. അന്ന് അരുണായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്, രോഹിത്തും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ ഓഫീസ് അത് വെക്കേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. കാരണം തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് കണ്ടൻറ്റ് തന്നിരുന്നവരൊക്കെ ഒരു ദിവസം പെട്ടെന്ന് അവർക്ക് സ്വന്തം ഇഷ്ടത്തിന് ഒരു ചാനൽ തുടങ്ങണം തോന്നി ഒരു പുതിയ ചാനലൊക്കെ തുടങ്ങി. പിന്നെ നമുക്കതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല, നമുക്കത് വേണ്ട എന്നുള്ള രീതിയിലാണ് നമ്മൾ അവിടേക്ക് വരുന്നത്. സെൽവൻ ചേട്ടനുമായിട്ടുള്ള പരിചയം കുറേ നാളുകളായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായി അന്നാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സത്യത്തിൽ അന്ന് സംഭവിച്ചത് സെൽവൻ ചേട്ടന് ഓർമ്മയുണ്ടാവും. അന്ന് എൻ്റെ പ്ലാനുകളെല്ലാം തെറ്റി. സെൽവൻ ചേട്ടനെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ചേട്ടാ ഷൂട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ചേട്ടൻ പറഞ്ഞ് 2-3 സ്റ്റോറികളുണ്ട്. ചേട്ടൻ അവ്യക്തമായിട്ടാണ് പല കഥകളും എന്നോട് പറഞ്ഞത്. ഞാൻ എന്തൊക്കെയോ തിരക്കുകൾക്കിടയിൽ എവിടെയായാലും പോകാം എന്ന് പറഞ്ഞു പോയി. നമ്മൾ ആദ്യം പോയത് എവിടെയാണെന്ന് ഓർമ്മയുണ്ടോ? ആദ്യം പോയത് കുട്ടൂസിൻ്റെ വീട്ടിലാണ്. അല്ല, നമ്മൾ ആദ്യം പോയത് നമ്മുടെ കൊലപാതകം നടന്ന പൂട്ടിക്കിടക്കുന്ന വീട്ടില്ലേ, എന്തായിരുന്നു ആ വീടിൻ്റെ പേര്? അത് വന്നിട്ട് കൂടത്തിൽ തറവാട്ടിലാണ് പോയത്. പിന്നീട് ഞാൻ ഫുൾ ടൈം ഫോണിലായിരുന്നു. അടുത്തത് നിങ്ങൾ പോയത് കുട്ടുവിൻ്റെ വീട്ടിലേക്കാണ്. അല്ല ക്ഷമിക്കണം, അത് കഴിഞ്ഞ് നമ്മൾ അഖിലിൻ്റെ വീട്ടിൽ പോയി. ഗുണ്ടകൾ തല്ലിക്കൊന്ന അമ്മ ചോറ് വിളമ്പി കാത്തിരിക്കുന്ന അഖിലിൻ്റെ വീട്ടിൽ പോയി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഞാൻ ഫോണിലായിരുന്നു, പല തിരക്കിലായിരുന്നു. പിന്നെയും നമുക്ക് ചേട്ടൻ പറഞ്ഞത് വെച്ച് പല കഥകൾ ബാക്കി ഉണ്ട്. ചേട്ടൻ എന്നോട് തിരുവനന്തപുരത്ത് ഇത്രയും സ്റ്റോറികളുണ്ട് എന്ന് പറഞ്ഞു. കുട്ടുവിൻ്റെ വീട്ടിലേക്ക് നമ്മൾ എത്തി, കാറ് പാർക്ക് ചെയ്ത് സെൽവൻ ചേട്ടനാണ് ആദ്യം ആ വീട്ടിലേക്ക് കയറുന്നത്. അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ കയറി വരുന്നു. ഞാനവിടെ ആദ്യം ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ബാത്റൂമിലൊന്ന് പോകണം. അതെ, സാധാരണ രീതിയിൽ ഞാൻ പോയി കഴിഞ്ഞാൽ സാധാരണ അത്രയ്ക്ക് അത്യാവശ്യം ഏത് ഹോട്ടലിലോ പമ്പിലോ പോകും. ഒരു വീട്ടിൽ പോയിട്ട് അങ്ങനെ ചോദിക്കൽ പതിവില്ലാത്തതാണ്, ആവശ്യമുണ്ടെങ്കിൽ പോലും. പക്ഷെ ആ വീട്ടിലെത്തിയപ്പം എനിക്ക് പോയേ പറ്റൂ എന്നൊരവസ്ഥ തോന്നും. അപ്പോൾ അമ്മ പറഞ്ഞത് അനിയനെ വിളിച്ചിട്ട് മോനെ മോൻ്റെ റൂമിൽ ഒന്ന് തുറന്നു കൊടുക്കുക, അല്ലെങ്കിൽ ചേട്ടൻ്റെ റൂം തുറന്നു കൊടുക്കുക, ചോദിച്ചിട്ട് കയറണമെന്ന്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആ വീട്ടിൽ ആദ്യമായി ചെല്ലുന്ന ഒരാളെന്താ മനസ്സിൽ വിചാരിക്കുക, ചേട്ടൻ്റെ റൂമിൽ ചോദിച്ചിട്ട് കയറണം. അവിടെ ആളുണ്ട്, ചേട്ടനുണ്ട്. റൂം തുറന്നു. ഞാൻ ആ വാഷ്റൂമിൽ കഴിഞ്ഞിട്ട് 15 മിനിറ്റോളം ഉപയോഗിച്ചു. ഞാൻ പോയി താഴെ വന്നപ്പോഴാണ് നമ്മൾ കാര്യം പറയുന്നത്. ഞങ്ങൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ അവിടെ വന്നിരുന്നു. അമ്മ കഥകളൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആ ബാത്റൂമിലാണല്ലോ അത്രയും നേരം ഇരുന്നേ എന്നുള്ളതാണ് ഞാൻ അന്നേരം അതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എനിവേ അപ്പോഴും എനിക്ക് വേറെ ഫീലൊന്നും കിട്ടിയിട്ടില്ല. ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ആ അമ്മ റൂം കാണിക്കാൻ മുകളിലേക്ക് പോകുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യം, സാധാരണഗതിയിൽ എവിടെയെങ്കിലും ഷൂട്ടിന് പോകുമ്പോൾ സെൽവൻ ചേട്ടൻ ഒരു ക്യാമറ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇപ്പുറത്തുനിന്ന് ചെയ്യുന്ന ഒരാൾ ഞങ്ങൾക്കൊപ്പം മുകളിലേക്ക് വന്നില്ല. നിങ്ങൾ ആ വീട്ടിൽ താഴത്തെ നിലയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. എന്താണ് ആ റൂമിലേക്ക് വരാൻ? ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടു ആൾറെഡി സൈലൻ്റ് ആയി നിൽക്കും. കാരണം കുട്ടു എന്നുള്ള വ്യക്തിയെ അതിന് മുമ്പ് ഞാൻ പോയിട്ടുള്ളതുകൊണ്ട് പേഴ്സണൽ നമുക്ക് ആ ഒരു ആത്മബന്ധമുണ്ട്. കാരണം ഞാൻ സ്പിരിച്വൽ ആയതുകൊണ്ടാണ് പുള്ളിക്ക് നമ്മുടെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ അവിടെ നിങ്ങൾക്കൊരു പ്രസൻസ് ഉണ്ടാണെങ്കിൽ ഞാൻ മോടി വരാൻ പാടില്ല. കാരണം ഞാൻ താഴെ ഇരിക്കുമ്പോൾ തന്നെ കുട്ടീൻ്റെ വീട്ടിൽ വരുന്ന തത്ത അവിടെ കിടന്ന് കുട്ടുന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം പ്രസൻസ്. അപ്പോൾ ആര് വന്നാലും കുട്ടു അത് റിയാക്ട് ചെയ്യും, ആരും നോക്കും. ഇരുന്ന ശേഷം നമ്മൾ ആ സ്റ്റോറി പറയുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥമായ അനുഭവം അവിടെ ഉണ്ടാവും. പക്ഷെ ഞാൻ മുകളിൽ കയറി ചെന്ന് വാഷ്റൂം ഉപയോഗിക്കുന്ന സമയത്തോ ഇറങ്ങി വന്ന സമയത്തോ ആ ഷൂട്ട് ചെയ്യുന്ന സമയത്തോ തത്തകൾ മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. ആ അമ്മ പറഞ്ഞു ഈ തത്തകൾ സംസാരിക്കും, പക്ഷെ തത്തകൾ മിണ്ടിയില്ല. രണ്ടാമത് എല്ലാവരും താഴെ വന്നതിന് ശേഷം എനിക്ക് ഒരു ഇൻട്രോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനും രോഹിത് വരനും കൂടി മുകളിലേക്ക് കയറിപ്പോയി. അവിടെ എനിക്ക് ആ സ്മെല്ലും അവൻ്റെ പ്രസൻസും വൈബ്രേഷനും ഫീൽ ചെയ്ത സമയത്താണ് ഈ തത്തകൾ വീണ്ടും കുട്ടു എന്ന് വിളിച്ചു തുടങ്ങിയത്. ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിച്ചു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ നിന്ന് നമ്മൾ പെട്ടെന്നാണ് എല്ലാം മൈൻഡപ്പ് ചെയ്ത് ഇറങ്ങാൻ പറഞ്ഞു. ഓടി വന്ന് വണ്ടി എടുത്തു. അമ്മ പുറകെ വന്നിട്ടാണ് ആ ലോക്കറ്റൊക്കെ നമുക്ക് കാണിച്ചത്. പിന്നീട് നടന്ന സംഭവങ്ങൾ സെൽവൻ ചേട്ടൻ സാക്ഷിയാണ്. അതായത് അവിടെ വരുമ്പോൾ ആൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നമ്മൾ ഷൂട്ടിന് പോകുമ്പോൾ ഇപ്പം അമ്മയെ വിളിക്കുമ്പോൾ തന്നെ എല്ലാ പ്രാവശ്യം എൻ്റെ അടുത്ത് പറയണത് എന്നെ പോറ്റി എന്നാണ് വിളിക്കണത്. പോറ്റി പ്രേക്ഷകരോടാണ്. സെൽവൻ ചേട്ടൻ പൂജാരിയാണ്, പറയാൻ വിട്ടുപോയതാണ്. എന്നെ പോറ്റി എന്നാണ് അമ്മ വിളിക്കുന്നത്. കാരണം അവർ ഒരു സ്റ്റേജിൽ നിന്ന് ഇനി എല്ലാം നഷ്ടപ്പെട്ട് ഇനി ഭൂമിയിൽ നമ്മളെ വേണ്ട, നമ്മൾ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് യാദൃച്ഛമായിട്ട് ഞാനായിട്ട് കണക്റ്റ് ആവുന്നത്. അപ്പോൾ നമ്മൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ അവർക്ക് എന്തുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ വിളിക്കും. ചേട്ടനെ വിളിക്കും, ചേച്ചിയും വിളിക്കും, മാറി വരുമ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. ഞാൻ ഇപ്പോൾ സംസാരിക്കും, കുറച്ച് കാര്യങ്ങൾ പറയും. അപ്പം നമ്മളെ വാക്കിന് കുറച്ച് വില ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സംസാരിക്കും കാര്യമുണ്ട്. അന്ന് ഞാൻ വിളിക്കുമ്പോൾ അന്ന് ഞാൻ ഇപ്പം സാറിന് ഞാൻ നാളെ ഷൂട്ടിന് വരുമെന്നല്ല, പെട്ടെന്ന് രോഗത്തിന് വേണ്ടി ഒരു പ്രോഗ്രാം ഞാൻ അന്ന് വിളിച്ചപ്പോഴത്തേക്ക് അമ്മ എൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്. അയ്യോ മോൻ ഇന്നലെ പോറ്റിയുടെ കാര്യം പറഞ്ഞു. അതായത് നമ്മൾ വരുന്ന കാര്യം ആൾറെഡി പുള്ളി ഡിസൈഡ് ചെയ്ത് വെച്ചേക്കാണ് അവിടെ. കാരണം അമ്മ പറഞ്ഞതാണ് പോറ്റി. അതുകൊണ്ടായിരിക്കണമല്ലോ എറണാകുളത്തിരുന്ന് ഞാൻ വേറൊരു കാരണവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് വരാനും. അതെ സെൽവൻ ചേട്ടന് ഞാൻ യഥാർത്ഥത്തിൽ നമ്മൾ വേറൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. എനിക്ക് 6 മാസം കൊണ്ട് നമ്മൾ പല ഷൂട്ടുകളും പ്ലാൻ ചെയ്തു. 6 മാസം കൊണ്ട് വെളിയിൽ ഷൂട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് നടക്കാതെ പെട്ടെന്ന് യാദൃച്ഛമായിട്ട് വരുമ്പോഴാണ് വിളിച്ച് ഞാൻ ഇവിടെ ഉണ്ടെന്ന് ഞാൻ സംസാരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വരുമെന്നുള്ള കാര്യം അമ്മ അങ്ങോട്ട് പറയുന്നത്. അത് പോറ്റി കേസ് ഇന്നലെ മോൻ സംസാരിച്ചേ ഉള്ളൂ ഒന്ന് പറഞ്ഞപ്പോൾ പോറ്റി തപ്പോൾ വിളിച്ചത്. പോറ്റി ധൈര്യമായിട്ട് പറഞ്ഞു നമ്മൾ റെഡിയായി നിൽക്കുകയാണ്. അത് നമ്മളെ വരവിന് വേണ്ടി ഒരു റെഡിയായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് സെൽവൻ ചേട്ടനെ ഞാൻ പരിചയപ്പെട്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞോട്ടെ പറയണത്. അത് പറയണ പ്രേക്ഷകർ അറിയണം. ഈ സ്പിരിച്വൽ അവേഴ്സിൻ്റെ വേദിയിൽ എനിക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം, എനിക്ക് തോന്നുന്നു വൈകുന്നേരം ഗംഗാമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തോ പറയാനായി തസ്മൈ ഗുരുജിയുടെ അടുത്തേക്ക് ചെന്നു. ഗുരുജി ഞാനും കൂടി രഹസ്യമായി, കാരണം വേദിയിലാണ് കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച സെൽവൻ ചേട്ടൻ അങ്ങേയറ്റത്ത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ചേട്ടൻ്റെ പേര് ഞാൻ പറഞ്ഞു, ഗോവിന്ദൻ ചേട്ടനുമായിട്ട് സംസാരിക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒരു പ്രമുഖ യൂട്യൂബ് ചാനൽ, അതായത് ഈ സ്വാമിമാരെയൊക്കെ കളിയാക്കിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നൊരു ചാനലാണ്. അവരുടെ ഉദ്ദേശത്തെ ഞാൻ കുറ്റം പറയുന്നില്ല. അങ്ങനെയുള്ള ആളുകളെ കളിയാക്കേണ്ടുന്ന ആളുകളുണ്ട്. പക്ഷേ എല്ലാവരും അത് ചെയ്യരുത് എന്നുള്ള ഒരു എതിരഭിപ്രായം എനിക്കുണ്ട്. അത്തരത്തിലുള്ള ചാനലിൽ ഒരു ദിവസം എന്നെ തസ്മൈ ഗുരുജി വിളിച്ചു പറയാണ്, രോഹിത് ഒരു വീഡിയോ വന്നിട്ടുണ്ട്, അത് ഇന്ന ആളെ വെച്ചിട്ടാണ് SMS മെഡിറ്റേഷനെതിരെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഗുരുജിയെ ആരെങ്കിലുമൊക്കെ ഇൻ്റർവ്യൂവിന് വിളിച്ചാൽ മേ ബി ഗുരുജി ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നത് നമ്മളോട്ടായിരിക്കും. ഒരു പക്ഷേ ആ ചാനലുകാർ നമ്മളോടാണ് നമ്പർ വിളിച്ച് ചോദിക്കാറ്. നമ്മൾ ആ നമ്പർ കൊടുക്കും. എന്നിട്ട് ഗുരുജിയോട് പറയും, ഗുരുജി നല്ല ചാനലാണ്, പറ്റുമെങ്കിൽ വരുമ്പോൾ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമെന്ന് പറയും. ഇത് കേരളത്തിലൊരു പ്രമുഖ സാറ്റലൈറ്റ് ചാനലിൻ്റെ പേര് പറഞ്ഞ് വിളിച്ചതുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞതുമില്ല, ഞാനത് അറിയുന്നുമില്ല. ഗുരുജിക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണ് തിരുവനന്തപുരത്തുള്ള ഗുരുജിയുടെ ശിഷ്യനെ പരിചയപ്പെടുത്തി കൊടുത്തത് എന്ന് പറഞ്ഞു വീഡിയോ എനിക്ക് അയച്ചു തന്നപ്പോൾ ആ മനുഷ്യനെ എനിക്ക് അറിയാം. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് സാമ്പത്തിക പ്രശ്നത്തിലും മാനസിക വ്യഥയിലും ആയിരുന്ന ഒരാൾ. തസ്മൈ ഗുരുജിയെ പരിചയപ്പെട്ടതിന് ശേഷം SMS മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം മാനസികമായും സാമ്പത്തികമായിട്ടൊക്കെ ഒന്ന് ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിനൊരു ആയുർവേദ
പ്രൊഡക്റ്റുകളുടെ സ്ഥാപനമൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കുറേ സാധനങ്ങളൊക്കെ എന്നോട് പറഞ്ഞു, സാർ ഇതെങ്ങനെയെങ്കിലും നമുക്ക് രോഹിത് ഇതെങ്ങനെയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇരുന്നൊരു മനുഷ്യൻ, നല്ല മനുഷ്യൻ, ശുദ്ധനായ മനുഷ്യനാണ്. ആ മനുഷ്യനെയാണ് കൊണ്ടുപോയി ഒരു ജുബ്ബയൊക്കെ ഇടിപ്പിച്ച് സ്പൈക്കൊക്കെ ചെയ്യിപ്പിച്ച് കോലം കെട്ടിയിരുത്തി കളിയാക്കുന്ന തരത്തിലൊരു വീഡിയോ ആയിരുന്നു. ഞാൻ തസ്ബീഹ് ഗുരുജിയോട് പറഞ്ഞു, ഗുരുജിയെ വിളിച്ച നമ്പർ എനിക്ക് അയച്ചു തരൂ എന്ന് പറഞ്ഞപ്പോഴാണ് സെൽവൻ എന്ന് പറഞ്ഞ ഒരു നമ്പർ എൻ്റെ കയ്യിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ സെൽവൻ ചേട്ടനെ വിളിച്ചില്ല എന്ന്, ഞാൻ നമ്പർ സേവ് ചെയ്ത് വെച്ചു. സേവ് ചെയ്ത് വെച്ചിട്ട് ഞാൻ മറ്റൊരു സുഹൃത്ത് വഴി, മാധ്യമ സുഹൃത്ത് വഴി ഇതേപോയിട്ട് സംസാരിച്ചു. നിങ്ങൾ അന്ന് ആ കണ്ടന്റ് ചെയ്ത്, അപ്പോൾ ആ കണ്ടന്റ് കോർഡിനേറ്റ് ചെയ്തത് സെൽവൻ ചേട്ടനാണ്. സെൽവൻ ചേട്ടൻ അറിഞ്ഞോ കളിയാക്കാൻ വേണ്ടി ചെയ്തതല്ല, അദ്ദേഹത്തിൻ്റെ തൊഴിലിൻ്റെ ഭാഗമായി കോർഡിനേറ്റ് ചെയ്ത് കൊടുത്തതാണ്. ഞാൻ വേറൊരാൾ വഴി വിളിച്ച് സംസാരിച്ചപ്പോൾ മറ്റദ്ദേഹം പറഞ്ഞു അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ശരി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നമ്മളതവിടെ വിട്ടു. കാര്യം ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവരവർക്ക് വന്ന് ചേരും, നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എന്നുള്ളത്. പക്ഷേ ഞാൻ ഗുരുജിയെ കളിയാക്കിയെങ്കിൽ പോലും എനിക്ക് അത്ര വിഷമം വരില്ല. കാരണം ഗുരുജി അതൊക്കെ നേരിടാൻ തയ്യാറായിട്ടിരിക്കുന്ന ഒരാളാണ്. ഗുരുജിയെ ഞാൻ വിമർശിച്ചിടത്തോളം വേറൊരാളും വിമർശിച്ചിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇത് ആ മനുഷ്യനെയാണ്, തിരുവനന്തപുരത്ത് നമ്മുടെ ചേട്ടനെയാണ് വിമർശിച്ചതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം. അന്ന് അതിന് കോർഡിനേറ്റ് ചെയ്ത അതേ സെൽവൻ ചേട്ടനാണ് ഈ സ്പിരിച്വൽ അഫയേഴ്സിൻ്റെ മെയിൻ ക്യാമറ നിയോഗം കിട്ടിയത് എന്ന്. ഒരിക്കൽ നമ്മൾ തമ്മിൽ ഒരുമിച്ചിരിക്കുമ്പോൾ തസ്മീഹ് ഗുരുജിയെ വിളിച്ച് അങ്ങ് മാപ്പ് പറഞ്ഞു, അതേപോലെ ഒന്നും കുഴപ്പമില്ല എന്ന് പറയുകയും ചെയ്തു. അത് പറയണം അല്ലേ സെൽവൻ ചേട്ടൻ? അതെ, പറയണം. ആ കളിയാക്കൽ കൊണ്ടാണ് സെൽവൻ ചേട്ടനെ ഞാൻ പരിചയപ്പെട്ടതും കേരളത്തിന് പുറത്തുള്ള ഒട്ടനവധി കണ്ടന്റുകൾ എനിക്ക് കണ്ടെത്താൻ പറ്റിയതും അതിൻ്റെ കഥകൾ ഒരുപാട് പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയതും എന്നുള്ളതാണ്. കാരണം ഒരുപാട് പേര് സ്പിരിച്വലായിട്ട് കണക്റ്റിൻ്റെ പല രീതിയിലാണ്. എനിക്ക് സ്പിരിച്വലായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേദി വന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഒരു വീഡിയോ ഞാൻ രോഹിത്തിൻ്റെ വീഡിയോ കണ്ടു. അതൊരു കൊച്ചുകുട്ടി വന്നിട്ട് ഗണപതിയെ കണ്ടു എന്ന് പറയുമ്പോൾ നമ്മൾ ആ കുട്ടിയെ സ്പിരിച്വൽ അവേഴ്സിന് കൊണ്ടുപോയി ഞാൻ കണ്ടു. അപ്പോൾ അത് കണ്ടപ്പം ഇദ്ദേഹം എൻ്റെ അടുത്ത് വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഒന്ന് കോർഡിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്പർ തന്നു. ഇല്ല തന്നപ്പോൾ ഞാൻ വിളിച്ച് സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നു. അപ്പോൾ ഞാൻ വന്ന് പുള്ളിയോട് സംസാരിക്കുമ്പം ചേട്ടനെ വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ ചേട്ടൻ അത് കറക്റ്റായിട്ട് പറഞ്ഞു, ഞാൻ കൃഷ്ണനെ കാണാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം അത് കണ്ടുന്ന കാഴ്ചയാണ് പറയണത്. പക്ഷെ നമ്മളെ ദൃഷ്ടിയിൽ നമുക്കത് മനസ്സിലാവുന്നില്ല. അദ്ദേഹം പറയണമെന്ന് മനസ്സിലാവും. നമ്മളത് ഷൂട്ട് ചെയ്തു, പക്ഷേ അത് ഔട്ടിൽ വന്നപ്പോൾ അതൊരു ഫുൾ കളിയാക്കുന്ന രീതിയിലാണ് പോയത്. കാരണം മനുഷ്യനെ സംബന്ധിച്ചുള്ള ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എതിർക്കുന്നവരാണ് നമ്മളെ പോയിട്ട്. അല്ല, ഞാൻ ചെയ്ത വീഡിയോകളിലും ഞാൻ കളിയാക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതിനെ എതിർക്കുന്നില്ല. ആ വീഡിയോയുടെ റീച്ചിന് വേണ്ടിയൊക്കെ യൂട്യൂബേഴ്സ് എല്ലാം ഉപയോഗിക്കുന്ന തന്ത്രങ്ങളെല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇത് അവരുടെ ഗെറ്റപ്പിൽ പോലും മാറ്റങ്ങൾ വരുത്തിയെന്നാണ് എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം. ഞാൻ ആ കുട്ടിയുടെയും അമ്മയുടെയൊക്കെ വീഡിയോ എടുത്തത് എങ്ങനെയാണ്, ഞാൻ അവരെ കൊണ്ടിരുത്തി അവരോട് ചോദ്യങ്ങൾ ചോദിച്ചു, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. അത് എഡിറ്റിങ്ങിൽ കളിയാക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഒക്കെ അതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ വേദിയിൽ വെച്ച കുട്ടിയോട് ചോദിച്ചു, മോനെ നിനക്ക് വിഷമമായെങ്കിൽ മാപ്പ് തരണം, സോറി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, എനിവേ അതെന്തോ ആയിക്കോട്ടെ. അത് അദ്ദേഹത്തിന് മിറക്കിളെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ അദ്ദേഹത്തിനെ കണ്ട് നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ അത് കഴിച്ചുകൊണ്ട് ഓടി വന്നിട്ട് എന്നെ കണ്ട് ഞാനെന്ന് പറഞ്ഞപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, മോനെ നീ തെറ്റുകാരനല്ല, എനിക്ക് നന്നായിട്ട് അറിയാം, നീ അതിൽ പെട്ടുപോയെന്ന് പറഞ്ഞാൽ ആ വ്യക്തി അദ്ദേഹം ദേഷ്യപ്പെടാം എന്ന് വെച്ചാൽ, പക്ഷേ അദ്ദേഹം അത് പറയാമെന്ന് പകരം തിരിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ നന്മ അയാളും കണ്ടിട്ട് പറയണത് നിങ്ങളെ തെറ്റുകാരനാണ്, നിങ്ങൾ നല്ല രീതിയിൽ തന്നെ സംസാരിക്കും, പക്ഷേ മറ്റേ പുള്ളിയാണ് തെറ്റുക എന്ന് പറയുക. ഞാൻ ഗുരുജി നിങ്ങളുടെ ഗുരുജി എൻ്റെ അടുത്ത് പറയണത് നിങ്ങൾ തെറ്റുകാരനല്ല, നിങ്ങളെ നന്മ എനിക്ക് മനസ്സിലാവും എന്ന് 2 വാക്കിലോ നമ്മൾ പിന്നെ ഒന്നും പറയാനില്ല അവിടെ. എന്നോട് ഗുരുജി അതിനുശേഷം സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, സെൽവനോട് പറയൂ, അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്, അദ്ദേഹത്തിൻ്റെ മനസ്സിലെ നന്മയാണ് ഞാൻ പറയുന്നത്, അതിൽ വിഷമം വേണ്ട എന്ന് പറഞ്ഞേക്കൂ, അദ്ദേഹത്തിനോട് നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറയൂ എന്നാണ് പറഞ്ഞത്. എനിവേ ആ വിഷയം നമുക്ക് വിടാം. അതുപോലെ ചേട്ടൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ സ്പിരിച്വലായിട്ട് ഒരുപാട് മുന്നോട്ട് പോകണം, അത് നിങ്ങളെ സഹായം എനിക്ക് ആവശ്യമുണ്ടെന്ന് എന്നെ അങ്ങോട്ട് പറയും. അതേപോലെ ഹാപ്പി ആയിട്ട് പോയി. അത് നമ്മൾ പറയുന്നത് ഇപ്പം എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന എത്തിവേണ്ട സ്ഥലത്ത് ഞാൻ എത്തിച്ചേർന്നു എന്നുള്ളതാണ് എനിക്ക്. എന്തായാലും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ചേട്ടൻ കാരണമാണ്, ഞാൻ ഇപ്പോഴും പറയുന്നു, ചേട്ടൻ കാരണമാണ്. ഇപ്പം ചേട്ടനോട് കുട്ടുവിൻ്റെ കുടുംബം എങ്ങനെയാണോ സഹകരിക്കുന്നത് അതേപോലെ എന്നെയും വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. എനിക്ക് വളരെ സന്തോഷമാണ്. അതിനുശേഷം ജോർജ് മാത്യു സാറിൻ്റെ വീട്ടിൽ പോകുമ്പോഴും കുട്ടുവിൻ്റെ കഥ പറയുമ്പോൾ സാറ് പെട്ടെന്ന്, നമ്മളൊട്ടും പ്രതീക്ഷിക്കുന്നില്ല സാറത് പറയുന്നത്. അന്ന് ഉണ്ടായ സംഭവം ഞാൻ പറയാം. ഞാൻ സെൽവൻ ചേട്ടന് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, ഞാനതൊക്കെ പറയുകയും ചെയ്തു. ജോർജ് മാത്യു സാറ് വീട്ടിൽ പോകണമെന്ന് പറയുമ്പോൾ സെൽവൻ ചേട്ടൻ അത് പോകാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവിടെ. കാര്യം സെൽവൻ ചേട്ടൻ വൈകുന്നേരം ക്ഷേത്രത്തിൽ പോകണം, ചേട്ടന് കൂടെ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അടുത്ത ദിവസത്തേക്ക് അത് മാറ്റാനാണ് നോക്കുന്നത്. പക്ഷേ സാറത് വിടാൻ തയ്യാറല്ല. ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് സാറ് പോകണ്ടേ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല, സാറിന് ഞാൻ 4 മാസം മുമ്പ് ഈ കാര്യം പറഞ്ഞപ്പോൾ അന്ന് സാറിന് വർണ്ണം കാണണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സാറിൻ്റെ കയ്യിൽ ഒരുപാട് സ്റ്റോറീസും ഉണ്ട്, പക്ഷെ അവിടെ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഓക്കെയാണ്. ഞാൻ അവർ പറഞ്ഞ ഒരു ധൈര്യമായിട്ട് വരണം എന്ന് പറഞ്ഞ് വേണു സാറിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ സാഹചര്യം ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു സാറ് വരും, ഞാൻ വരേണ്ട കാര്യമില്ല, നിങ്ങൾ പോയാലും മതി, കാരണം അത് നമുക്കത്ര വിശ്വാസമാണ്. വേണു സാറിന് പകരം അദ്ദേഹം മറ്റൊരാളെ, പ്രൊഫസർ സുജിത്ത്, അദ്ദേഹത്തെ ജോർജ് മാത്യു സാർ അവിടെ വിട്ടിരുന്നു.
അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു, അച്ഛനും സംസാരിച്ച കൂട്ടത്തിൽ ഇത് പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. എന്തായാലും കുട്ടുവിനെ പരിചയപ്പെടുത്തിയത്, അബാക് മീഡിയയ്ക്ക് പരിചയപ്പെടുത്തിയത് സെൽവൻ ചേട്ടനാണ്. സെൽവൻ ചേട്ടനെ മുന്നിലിരുത്തിക്കൊണ്ട് അത് പറയുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. കാരണം നമ്മളെ ഇവൻറ്റുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവവികാസങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് കമൻറ്റുകൾ നമ്മുടെ കുട്ടുവിൻ്റെ കഥകളിൽ വരുന്നുണ്ട്. നമ്മുടെ കഥകളിലൂടെ ആ കുട്ടി 10-20 വയസ്സുള്ള മകൻ ഒരുപാട് പേരുടെ മകനായി മാറിയെന്നുള്ളതാണ്. അതെ അതെ, ഒരുപാട് പേര് ഏറ്റെടുത്തു. അതാണ് ആ കുടുംബത്തിൻ്റെ കുട്ടൂസിൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സത്യം ലോകത്ത് അറിയണം എന്ന് എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അത് അറിയിക്കാനുള്ള വേദി നമുക്ക് ദൈവമായിട്ട് തുറന്നു തരും. അതിനുള്ള വേദി അബാക് മീഡിയ ആണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നു. കാരണം ഇന്നലെ ഉദ്ഘാടന വേദിയിൽ ആ ചെയർ കൊണ്ട് ഇടുമ്പോഴും ആ സ്റ്റോറി ബോർഡ് ഞാൻ വായിക്കുക, ആത്മാക്കൾ പറയാനുള്ള വായിക്കുക, ഞാൻ വിചാരിച്ചു ഇത് യഥാർത്ഥത്തിൽ കുട്ടുവിൻ്റെ സ്റ്റോറിയാണ്. പക്ഷേ അത് കുട്ടുവാണ് എന്നെ കൊണ്ട് തോന്നിപ്പിച്ചത്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ തന്നെ സംഭവിക്കും പറഞ്ഞില്ല. കാരണം ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതെനിക്ക് ആ സമയപ്പോഴത്തേക്കിന് മനസ്സിലായി. കാരണം കുട്ടുവിൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് ഫോണിൽ കൂടെ സംസാരിച്ച് പറഞ്ഞാണ് അത് ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് കുട്ടു ഡ്രസ്സൊക്കെ ചെയ്ത് ഇറങ്ങി പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ഉണ്ടായി. എനിക്ക് മനസ്സിലായി അത് അങ്ങോട്ട് പോകുന്നതാണെന്നുള്ളത്. അതും ആ ഒരു 2 മണി 2:30 മണി 3 മണി സമയത്താണ് കുട്ടു ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് അത് പോയതാണെന്ന് അമ്മയും പറഞ്ഞു. ഷൂ ഒക്കെ എടുത്തിട്ട് പോകുന്ന ഒരു ശബ്ദം കേട്ടു. അപ്പോൾ ഇവിടെ ആ സംഭവം നടക്കുന്നത് 4 മണിക്കാണ്. അതായത് കറക്റ്റായിട്ട് പുള്ളി ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ഞാനതിന് തെളിവാണ്. കാരണം എൻ്റെ അടുത്താണ് കാരണം ഇവിടെ എത്ര മണിക്ക് സംഭവിച്ചെന്നുള്ള അച്ഛൻ അറിയില്ല. അപ്പം നമ്മൾ സംസാരിക്കുന്ന പരിപാടി ഞാനതിൽ ഞെട്ടിപ്പോയത്, ഞാൻ ഈ കഥയെല്ലാം കഴിഞ്ഞ് രാത്രിയിൽ വീട്ടിലെത്തി സ്റ്റാറ്റസ് നോക്കുമ്പോൾ കുട്ടുവിൻ്റെ അച്ഛൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്, എൻ്റെ മകൻ ഇന്നൊരു പൊതുവേദിയിൽ പങ്കെടുക്കും, എൻ്റെ മകന് വേണ്ടി അവിടെ ഒരു കസേര ഉണ്ടാകും, അതിനുശേഷം നമ്മുടെ ഇവന്റിന്റെ പോസ്റ്ററും. അപ്പോൾ ഞാനത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ എനിവേ യഥാർത്ഥത്തിൽ കുട്ടുവിന് പറയാനുള്ളത് അവിടെ ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം കാണിച്ചു കൊടുത്തു എന്താണെന്ന്. അപ്പോൾ പലരും കുട്ടുവിനെ ചോദിച്ചു ആ സമയത്ത് കുട്ടു ആരാണ്, എന്നതൊന്നും ചോദിച്ചു കുട്ടു ആരാണ്. ഞാൻ പറഞ്ഞ ലിങ്ക് ഇവിടെ നിന്ന് നോക്കണം. കാരണം ഒരുപാട് അമ്മമാരുടെ കരച്ചിൽ കുട്ടുവിൻ്റെ കൂടെ ഉണ്ട്. കുട്ടു ഇപ്പോൾ എവിടെയാണെന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം ഒരു ബ്രഹ്മചര്യായുള്ള രീതിയിൽ നിൽക്കേണ്ട സ്ഥലത്ത് നിൽപ്പുണ്ട്. അത് നന്മയ്ക്കുണ്ട്, തിന്മയ്ക്കുണ്ടല്ലോ. പലരും അദ്ദേഹത്തിനെ കണ്ടിട്ട് ഒരാൾ പറഞ്ഞു അയ്യോ എനിക്ക് പേടിയായി. അദ്ദേഹം ഒന്നുമില്ല. കുട്ടു എന്ന് പറയുന്നത് നല്ലൊരു ആത്മാവാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം സാറിന് ഇപ്പം ബ്രഹ്മരക്ഷസ് എന്നുള്ള ഒരു സ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു. ബ്രഹ്മരക്ഷസ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദങ്ങൾ അഭ്യസിച്ച വലിയ വലിയ വ്യക്തികൾ, ആത്മാക്കൾ, അവരാണ് ബ്രഹ്മരക്ഷസായിട്ട് വരുന്നത്. അവർ പഠിച്ച തത്വത്തിന് ആ സിദ്ധിയെ ഇന്നൊരാൾക്ക് പാർന്നു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ ബ്രഹ്മരക്ഷസായിട്ടിരിക്കും. പക്ഷേ അവർക്ക് ബ്രഹ്മരക്ഷസ് ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പഠിച്ച വിദ്യകൾ എന്താണെന്ന് ഒരാൾക്കെങ്കിലും പറഞ്ഞു കൊടുത്താൽ മാത്രമേ നമ്മളെ വിദ്യ പൂർണ്ണമാവുള്ളൂ. ഇത് വേറെ ആരുമല്ല പറഞ്ഞത്, നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് സ്പിരിച്വൽ അദ്ദേഹം നമ്മുടെ അടുത്ത് പറഞ്ഞാണ്. അതുകൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്തായാലും നിയോഗങ്ങൾ ഒരുപാടാണ് സെൽവൻ ചേട്ടാ. സെൽവൻ ചേട്ടൻ്റെ 10-12 വർഷത്തെ എത്ര വർഷമായി മാധ്യമപ്രവർത്തനം ആരംഭിച്ചിട്ട്? മാധ്യമത്ത് 10-15 വർഷമായി. സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഒരു കൂട്ടത്തിൽ. ഈ 10-15 വർഷത്തെ മാധ്യമ പ്രവർത്തനത്തിനിടയിലും പൂജാരി എന്ന നിലയിലെ ഈ എക്സ്പീരിയൻസിനിടയിലും ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന അനുഭവങ്ങൾ പറയാൻ കഴിഞ്ഞതും ഇവിടെ വന്നതിന് ശേഷമാണ് അല്ലേ? നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മൾ സമൂഹത്തിൽ പറയുന്നു. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ ശ്രമിക്കുന്ന ക്യാമറയിലൂടെ എടുത്തു കഴിഞ്ഞാൽ അത് ലോകം കാണും. അതാണ് ഒരു ക്യാമറമാൻ്റെ. ആ ക്യാമറമാൻ്റെ അപ്പുറത്തേക്ക് കഥകൾ പറയാൻ സന്മനസ് കാണിച്ചതിന് വളരെ നന്ദി. ഇനിയും നമുക്ക് ക്യാമറയ്ക്ക് പിന്നിലും മുന്നിലുമായി കാണാം. ഇനി അബാക് മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്യാനുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു 400ഓളം സ്റ്റോറി നമ്മളെ കയ്യിലുണ്ട്. അതായത് ഈ മണ്ണ് കഴിക്കുന്ന ഗ്രാമം, ഒരിക്കലും വിഗ്രഹം കാണാത്ത ഒരു ക്ഷേത്രമുണ്ട്. ആ വിഗ്രഹം ആരും കണ്ടിട്ടില്ല, പക്ഷേ ക്ഷേത്രത്തിൻ്റെ ഡോറിലാണ് പൂജ നടക്കുന്നത്. അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങൾ, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്ക് വരും എപ്പിസോഡുകൾ അതെല്ലാം നമുക്ക് യാത്രകൾ അവസാനിക്കുന്നില്ല, യാത്രകൾ തുടരുക തന്നെ ചെയ്യും. യാത്രയെ പിന്നോട്ട് വലിക്കുന്ന ചില ഘടകങ്ങളുണ്ട്, സാമ്പത്തികമടക്കം ചില ഘടകങ്ങളുണ്ട്. അതെല്ലാം പരിഹരിച്ച് നമ്മൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. താങ്ക് യു. നമസ്കാരം.